സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണവും സഹായ സഹകരണങ്ങളെല്ലാം തന്നെ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവർക്കായിട്ടൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പേരെ സ്നേഹിച്ചും അങ്ങയുടെ നാമത്തിന് വേണ്ടി ചെലവിട്ട് നിൽക്കുന്ന പ്രാപ്തി പോലെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ പേരായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സമൃദ്ധിയായ നിറവ് അവർക്ക് നൽകണമേ. അങ്ങ് അവരെ ആദരിക്കണമേ. അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. മരണമെന്ന കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട്, ആ ഒറ്റ വാക്കിൽ നിന്നുകൊണ്ട് 3 എപ്പിസോഡുകൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാനിടയായി. ഇന്നത് സമാപിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ മുമ്പേ പറയാറുള്ളത് പോലെ വളരെ വിനയത്തോടെ പറയുന്നു. ഒരു കാര്യം എവിടെയാണ് ആരംഭിച്ചത്, എന്താണ് അതിൻ്റെ കാരണം, ആരാണ് അതിൻ്റെ തുടക്കക്കാരൻ, ഏതിലെയാണ് അത് പോയത്, എവിടെയാണത് അവസാനിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ കിടക്കുന്നത് കൊണ്ട് അത് ഒരു ഭാഗത്ത് തന്നെയായിട്ടല്ല കിടക്കുന്നത്, ചിതറിക്കിടക്കുകയാണ്. ആ ചിതറിക്കിടക്കുന്ന ഭാഗത്തു നിന്ന് അത് ഓരോന്നോരോന്നായി സൂക്ഷ്മ പരീക്ഷണം നടത്തി അത് ക്രോഡീകരിച്ചെടുത്ത് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം. ദൗത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്ന ദൗത്യമാണ്. അത് സത്യമല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി പറയുന്ന വ്യാജമാണ്. ദൈവത്തിന് വിരോധമായി പറഞ്ഞ് വ്യാജം പറഞ്ഞിട്ട് ഈ പുസ്തകവും ഈ വാക്കുകളുമായിട്ട് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് അതിൽ ഭേദം ബാക്കി പറയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം മരണവും പാതാളവും ഇല്ലാത്ത യുഗം. മരണവും പാതാളവും ഇല്ലാത്ത യുഗം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ഇനി അവർ രണ്ടുപേരും ഇല്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ബൈബിൾ വായിച്ചാൽ മതി. കുറച്ചും കൂടി ലഘൂകരിച്ച് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി. 3 ലോകത്തെക്കുറിച്ച് ഉള്ള ചിന്ത വരുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ ഇത് വ്യക്തമായി മനസ്സിലാകും. ആ വ്യക്തമായി മനസ്സിലാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് അറിയേണ്ട ഒരു സത്യം, ഇങ്ങനെയൊക്കെ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് പ്രകാശിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ട്. അതിനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് തൻ്റെ രഹസ്യങ്ങളെ തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിക്കാതെ അവൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ദൈവം മുന്നറിയിച്ച് എല്ലാ കാര്യം പഴുതടച്ച് പ്രോപ്പർ ചാലുവഴി നല്ല ഡിസിപ്ലിനായിട്ട് ചിട്ടയായി ചട്ടമായി ചന്തമായി വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പം മരണവും പാതാളവും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ അവർ രണ്ടുപേരും ഇല്ല.
അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെ ആവശ്യമില്ല. പാതാളം എന്നതിന് ഗ്രീക്കിൽ പറയുന്നത് ഷോൾ എന്നാണ്. ഇതൊക്കെ നുള്ളിപ്പെറുക്കിയെടുത്ത് ഒരു കുറിപ്പടിയാക്കി മനസ്സിൽ കരുതി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒത്തിരി 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 ശ്രമകരമായ ജോലിയാണ്. ദൈവം ഞങ്ങളെ അതിനെ ആദരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ഉപകാരവും അനുഗ്രഹവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്തോത്രം. എബ്രായർ 2:14 ഒന്ന് വായിച്ചേ. എബ്രായർ 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണത്തിന്റെ അധികാരി പിശാചാണെന്ന് കേട്ടോ. സ്തോത്രം. 21-ാം അധ്യായം 5-ാം വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ നോക്കാം. ഞാൻ ഇത്തിരി കൂടി സ്ലോവിൽ പറയാൻ എല്ലാവർക്കും വേണ്ടി. 21:5. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. മതി, നിർത്ത്. മരണമുണ്ടാകുകയില്ല. മരണത്തിൻ്റെ അധികാരി, മരണം മനുഷ്യന് ഒടുക്കത്തെ ശത്രു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ. ഇന്ന് പറയുന്നത് എന്താ? ആ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ പാതാളത്തിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തള്ളിയിട്ടു. തീപ്പൊകയല്ല തള്ളിയിട്ടത്. ഇവർക്ക് രണ്ടുപേർക്കും ഇനി പണിയില്ല. ഇനിയൊരു പണിയില്ല ഇവർക്ക്. എബ്രായർ 11:13 നോക്കി. 11:13. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവർ എല്ലാവരും 12-ാം വാക്യം വായിച്ചു നോക്കി. അതുകൊണ്ട് ഒരുവന് വൃദ്ധപ്രായവനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവരെല്ലാവരും അബ്രഹാമും അവന്റെ തലമുറകളും. അതാ അവന് പെരുപ്പത്തിൽ സന്തതി ജനിപ്പിച്ചു. വൃദ്ധനായപ്പോൾ സന്തതി ജനിപ്പിച്ചു. എന്നിട്ട് പറയാണ് ഇവരെല്ലാവരും 13-ാം വാക്യത്തിൽ ഇവരെല്ലാവരും എന്ത് ചെയ്തു? വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ഒരു കാര്യം കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പരമാവധി തലപ്പത്തുനിന്നുകൊണ്ടാണ്. അബ്രഹാമും സാറയും അതുവരെ പറഞ്ഞു വന്ന നോഗയും ഹാബേലും ഹാനോക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതാണ് ഇവരെല്ലാവരും കണ്ടു. എന്തോ കണ്ടു? ദൂരത്തുനിന്ന് അത് കണ്ടു. അന്യരും പരദേശിയുമായി പാർക്കുന്ന ഈ ഭൂതലത്തിൽ നിന്ന് ചെന്നു ചേരാനുള്ള ഇടം അവർ കണ്ടു. ദൈവത്തിൻ്റെ മഹാകൃപയാലും കരുണയാലും ഞാൻ അത് കണ്ടു. നിങ്ങളത് കണ്ടോ? അത് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ അധികം സ്റ്റാൻഡൊന്നുമില്ല. തിരിക്കാലം, ദൈവത്തിൻ്റെ വാക്കിൽ തിരിക്കാലം. ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അത് വേഗം തീരും. നാം പറന്നു പോവും. ഇത് കണ്ടാൽ
എന്ന് പറഞ്ഞാൽ ചെന്ന് ചേരാനുള്ള രാജ്യം, ദേശം, ഇടം കണ്ടാൽ ഇത് ചവറാണ്, ചപ്പാണ്. സ്തോത്രം. ഞാനൊരു കുഞ്ഞ് സാക്ഷ്യം പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. കണ്ട കാര്യം പറയുന്നതാണത്, തെറ്റിദ്ധരിക്കരുത്. അത് കണ്ടതുകൊണ്ട് ഇവിടുത്തെ സൗധങ്ങൾക്ക്, വീടുകൾ എന്ന് പറയുന്ന ഈ ധാരാളം ഇങ്ങനെ പണിത് കഴിപ്പിച്ചിട്ടുണ്ടല്ലോ ആൾക്കാർ. എനിക്കതിന് യാതൊരു മോഹമോ താല്പര്യമോ അല്ലെങ്കിൽ അനുഭവമോ ഇല്ല. വേണ്ട വേണ്ട. 24 തരം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണ സ്വച്ഛ സ്ഫടിക തുല്യമായ രാജവീതിയിൽ കൂടെ നടക്കുവാൻ, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് തന്നെ വിടുവിച്ചെടുത്ത്, പാരമ്പര്യത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഈ കണ്ടത്തിൽ നട്ടത്, ഞാറ് പാകിയ കണ്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഉഴുതുമറിച്ച് കലക്കി പാകപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കണ്ടത്തിൽ കൊണ്ട് ഞാറ് നടുന്നത് പോലെ എന്നെ അവിടെ നിന്ന് പിഴുതെടുത്ത് ഇവിടെ നട്ടു. എനിക്കിവിടുത്തെ കാറ് കാണുമ്പോൾ, ബംഗ്ലാവ് കാണുമ്പോൾ, സുഖസുഭിക്ഷമായ രാജ്യങ്ങളിലോ ദേശങ്ങളിലോ ജീവിതങ്ങളും കാണുമ്പോൾ ഒരു പ്രശ്നവുമില്ല, മോഹവുമില്ല, ആശയമില്ല. നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് പ്രായമായതുകൊണ്ടാണ്. പ്രായം ഇങ്ങനെ ഓരോ ദിവസം കടന്നു വന്നതല്ലേ, പുറകിലുണ്ടായിരുന്നില്ല. കാരണം എന്താ, അപ്പുറക്കാൻ കണ്ടത് ഞാനും കണ്ടു, ഇസ്ഹാക്ക് യാക്കോബ് കണ്ടത് ഞാനും കണ്ടു, ഹാബേൽ കണ്ടത് ഞാനും കണ്ടു, ഹാനൂക്ക് കണ്ടത് ഞാനും കണ്ടു, നോഹ കണ്ടത് ഞാനും കണ്ടു, സാറ കണ്ടത് ഞാനും കണ്ടു. നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ? ആഗ്രഹമുണ്ടോ? ദൈവം കാണിച്ചു തരും. ഹൃദയത്തിലെ കണ്ണ് തുറന്ന് കാണിച്ചു തരുമെന്നേ. പൗലോസ് എവിടം വരെ പോയെന്നാണ് പറയുന്നതെന്ന് അറിയാമോ? ദൈവസഭയിലെ പ്രധാനപ്പെട്ട ഒരു 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 സുവിശേഷനായിരുന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അനുവാദം കൊടുത്തവനും അവൻ്റെ വസ്ത്രം കാത്ത് സൂക്ഷിച്ചിരുന്നവനുമൊക്കെ ആയ ഒരാളാണ് പൗലോസ്. ദൈവസഭയ്ക്ക് മുടിഞ്ഞ് ഉപദ്രവം ചെയ്ത ആളാദ്യം. പക്ഷേ അദ്ദേഹം 3-ാം സ്വർഗത്തോളം പോയി. ദൈവം കൊണ്ടുപോയി. മനുഷ്യർ ഉച്ചരിച്ചുകൂടാത്ത ഭാഷ അവിടെ കേട്ടു. ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും എന്നിങ്ങനെ പറഞ്ഞതിനെ അങ്ങ് തനിക്കാവുമ്പോളം വിശദീകരിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പിന്നൊരിക്കൽ പറഞ്ഞു, ഞാൻ ക്രിസ്തു നിമിത്തം ഇതെല്ലാം ഛേദമെന്നെണ്ണുന്നു, ക്രിസ്തു നിമിത്തം ഞാനിതെല്ലാം ചവറെന്നെണ്ണുന്നു. എനിക്ക് വരുന്ന ഫോൺ കോളുകാരെ ഞാൻ അഭിനന്ദിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്നത് അത് പാവമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാവം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ നിങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നുമല്ല ലക്ഷ്യം. അതാണ് എൻ്റെ പ്രശ്നം. ഇതൊന്നും നിങ്ങൾക്ക് ലക്ഷ്യമേ അല്ല. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അധികം പേരെ വിളിച്ചിട്ടില്ല, കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. എന്നാൽ കുടുംബകാര്യത്തിന് വേണ്ടി, വീട്ടുകാര്യത്തിന് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി, രോഗകാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം പേര് വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്നതിന് ഞാൻ തടസ്സമല്ല, വിലക്കുമല്ല പറഞ്ഞു. എന്താ കണ്ടേ? സ്തോത്രം. ഇതൊക്കെ പൊള്ളയായിട്ടും ഇതൊക്കെ കള്ളമായിട്ടും ഇതൊക്കെ ചതിവായിട്ടും ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തോ നേടിയെടുക്കാനാ? ഈ കേൾക്കുന്നവരാരെന്തോ തന്നിട്ടുണ്ട്? ഇനി പറയുന്നത് ആരോ എന്തോ തരുന്നേ? ഞാൻ എന്തിനത്ര പച്ചയായിട്ട് പറയുന്നറിയാമോ? നിങ്ങൾ ഈ സത്യം അറിയണം. മരണവും പാതാളവും പിശാചിനെയും തീജ്വാലക്കകത്ത് തള്ളി. 3 കൂട്ടർക്കും പണിയില്ല ഇനി. സ്തോത്രം. എന്താ നമ്മുടെ വിഷയം? മരണവും പാതാളവും ഇല്ലാത്ത യുഗം. മരണമില്ലെങ്കിൽ പിന്നെ പാതാളത്തിന് പണിയില്ല.
49 അധ്യായം സങ്കീർത്തനം ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 49 അധ്യായത്തിൻ്റെ പാതാളവരുടെ പാർപ്പിടം എന്നുള്ള ആ വാക്യത്തിന് മുകളിൽ ഒന്ന് വായിച്ചാൽ മതി. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. കേട്ടോളി, പാതാളത്തിൻ്റെ ആടുകളായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. അവരെ മരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മൃത്യു എന്ന് പറഞ്ഞാൽ മരണം അവരെ മേയിക്കുന്നു. മരണം അങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. കണ്ട, മരിച്ചു കഴിയുമ്പോൾ പോകുന്ന പാതാളത്തിലേക്ക്. ധനവാൻ ലാസറിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. സൺഡേ സ്കൂൾ കുട്ടികളോട് സാറ് പറഞ്ഞെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്കിതിൽ ഏതിലാ ഇഷ്ടം? ആരും ഒന്നും മിണ്ടുന്നില്ല. ഒരു മിടുക്കം പറഞ്ഞു, ഞാൻ പറയാം സാർ, പറയാം. ഇവിടെ എനിക്ക് ലാസറിനെ പോലെ ധനവാനെ പോലെ ഇരിക്കണം. അവിടെ എനിക്ക് ലാസറിനെ പോലെ ഇരിക്കണം. ആ ഒരു കുട്ടി പറഞ്ഞ കാര്യം, അധ്യാപകൻ കേട്ട കാര്യം പിന്നെ പറഞ്ഞു വന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ള കാര്യം. ഇവിടെ ധനവാനെ പോലെ കഴിയണം, അവിടെ ലാസറിനെ പോലെ ഇരിക്കണം. സാറ് പറഞ്ഞു, മോനെ നടക്കൂലടാ, നടക്കൂല. ഒരു പെൺകുട്ടിയോട് അമ്മ പറഞ്ഞു, രാത്രി കൊച്ചിന് പാല് കിട്ടാഞ്ഞിട്ട് കരഞ്ഞപ്പോൾ അമ്മ ഉറങ്ങിപ്പോയി. കുഞ്ഞൊന്ന് തൻ്റെ ഡാഡിലൂടെ കിടക്കുന്നേ. കൊച്ചിന് പാല് വേണം. കൊച്ചു രാത്രി പാൽ പിടിച്ച് ശീലം ഉണ്ടായിരുന്നു. അത് അമ്മയുടെ പാലാ. അമ്മ പറഞ്ഞു, മോളെ അപ്പൻ്റെ കൂടെ ഉറങ്ങുകയും അമ്മഞ്ഞ പാൽ കുടിക്കുകയും ചെയ്യാൻ പറ്റില്ല. അമ്മിഞ്ഞ പാൽ കുടിക്കണമെങ്കിൽ അമ്മയുടെ കൂടെ ഉറങ്ങണം. 2 തോണി കാല് വെക്കൽ നടക്കൂല കേട്ടോ, നടക്കൂല. ഈ അല്പകാലത്തെ നൈമിഷിക ജീവിതത്തിന് വേണ്ടി സ്വസ്ഥതയും കളഞ്ഞ്, കുടുംബസമാധാനവും കളഞ്ഞ്, സന്തോഷവും കളഞ്ഞ്, ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയോ പ്രത്യാശയും ഇല്ലാതെ ജീവിച്ച് പാതാളത്തിൻ്റെ ആടായി നടക്കുന്നതിനേക്കാൾ ഭേദം നിൻ്റെ പാർപ്പിടം പാതാളത്തിൽ നിന്ന് മാറ്റിയിട്ട് വിശ്രമനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തോട് ചോദിച്ചു നോക്ക്. ദാനിയേൽ 12:13 വായിച്ചാൽ കാണാം എങ്ങോട്ടായിരുന്നു അവൻ പോയിക്കൊണ്ടിരുന്നതെന്ന്. ദാനിയേൽ 12:13 ദൈവം തമ്പുരാൻ അവനോട് പറയുക, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. വിശ്രമിച്ച് എഴുന്നേറ്റ് വരും. പാതാളത്തിൻ്റെ ആടല്ല. നിങ്ങൾക്ക് എന്നോട് അതൃപ്തി തോന്നിയാലും ഞാൻ നിരപരാധി നിസ്സഹായനുമാണ്. ഈ കാര്യങ്ങളൊന്നും ആരും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാറില്ല. അതെൻ്റെ വിഷയമല്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ പരമാവധി എത്രത്തോളം തെളിവ് ശേഖരിക്കാമോ, തെളിവ് ഹാജരാക്കാമോ, ഒരു വിജിലൻസിനെ പോലെ, ഒരു CBI പോലെ പുസ്തകം മുഴുവനും അനുബന്ധമായ അനേക പുസ്തകങ്ങളും പരിശോധിച്ച് വായിച്ച് പഠിച്ച് 4 മണിക്കൂർ ആകെ ഉറങ്ങുന്നത് ഈ പ്രായത്തിൽ. നിങ്ങൾ പറയും പ്രായമായി ഉറക്കമില്ലാത്ത. നോ, സമയമില്ലാത്തതുകൊണ്ടാണ്. അതൊന്നും ചർച്ചക്കെടുക്കണ്ട, പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. നീയോ കാലാവസാനത്തിൽ നിന്ന് രോഗം ലഭിക്കാൻ എഴുന്നേറ്റ് വരും. അത് പാതാളത്തിൽ നിന്ന് വന്നതല്ല. അത് വരുന്നത് എവിടെ നിന്നാണ് വായിച്ച കേട്ടോ? നീ വിശ്രമിച്ച് കാലാവസാനത്തേക്ക് വിശ്രമ സ്ഥലത്തേക്ക് പോയി. വെളിപ്പാട് 14:13 കൂടി വായിക്കണം, എന്നാലും എനിക്ക് തൃപ്തി വരുള്ളൂ ഈ മക്കളോട് പറഞ്ഞിട്ട്. 14:13 ശാന്തമായിട്ട് സമയം പോലെ എടുത്ത് വായിച്ചാൽ മതി. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഭൂമിയിൽ നിന്ന് കേട്ടതല്ല, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. കേട്ടു. അത് പറഞ്ഞത്, അവിടെ നിന്ന് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെ എഴുതാൻ പറഞ്ഞ എഴുതിയ പുസ്തകങ്ങളിലൊരു പുസ്തകം അതിനകത്ത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പിന്നെ എന്താണ് ഭാഗ്യം? അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവർ വിശ്രമിക്കാൻ പോയി. അബ്രഹാം വിശ്രമിക്കാൻ പോയി. അതാണ് നമ്മൾ ആദ്യം വായിച്ചു വെച്ച വാക്യം. അവർ ദൂരത്ത് നിന്ന് കണ്ടു,
സമയം വരുമ്പോൾ കിട്ടും. അതിനൊരു സമയമുണ്ട്. എൻ്റെയും അബ്രഹാമിൻ്റെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. ആ സമയം വരുമ്പോൾ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് ആകാശമേഖലയിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അന്ന് ഇവിടെയുള്ള മത വിശ്വാസികളെല്ലാം അവരുടെ നേതാക്കന്മാരുമായിട്ട് വലിയ ബഹളമുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കാതെ എന്താന്ന്? കാരണം ഇത്രയേ ഉള്ളൂ, ഈ ചതി ഞങ്ങളോട് ചെയ്തല്ലോ. എന്ത്? നിങ്ങളല്ലേ പറഞ്ഞേ ഇങ്ങനെ മതിയെന്ന്, ഞങ്ങൾ നോക്കിക്കോളാമെന്ന്, നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ. ഇപ്പോൾ ഇവിടെ വേണ്ടപ്പെട്ടവരെല്ലാം പോയില്ലേ? ഇവിടെ തുടങ്ങാൻ പോകുന്നതിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവരെ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ട് വലിയ ബഹളവും കലകവും ഉണ്ടാവും. ഞാൻ ആ ഭാഗം വിടട്ടെ. പറഞ്ഞു വന്നത്, ദൂരത്തു നിന്ന് അബ്രഹാം അത് കണ്ടു, ആ ടീം അംഗങ്ങൾ അത് കണ്ടു. അവർ കണ്ടപ്പോഴൊരു കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിവിടെ അന്യരാണ്, പരദേശികളാണ്, ഞങ്ങൾക്ക് ഇവിടമല്ല സ്ഥലം, ഞങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന നാടുണ്ട്, അത് ആ നാടൊന്ന് പറഞ്ഞു കേൾപ്പിച്ചിട്ട് ശരിയാവില്ല. ആ നാട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, 2-3 വായിച്ചോളൂ. 2-3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. പോലീസ് ഇരിക്കുന്നിടത്ത് വേറെ ആർക്കും ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ, അതിനൊപ്പം ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ. സബ് ഇൻസ്പെക്ടർ ഇരിക്കുന്നിടത്ത് പോലീസ് ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. മതി 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 മതി. ഞാൻ പോകും, ഞാൻ ഒരുക്കും, ഞാൻ വരും, ഞാൻ ചേർക്കും. കേട്ടോ പറഞ്ഞേ? ഞാൻ പോകും, ഞാൻ ഒരുക്കും, ഞാൻ വരും, ഞാൻ ചേർക്കും. ഇത് അബ്രഹാം കണ്ടത്. നിങ്ങൾ ചോദിക്കുക, അബ്രഹാം പഴയ നിയമകാലത്താൽ? പഴയ നിയമത്തിലെ സകല ഭക്തന്മാരുമായ വിശുദ്ധന്മാർ ഉയർക്കുന്ന ദിവസം, ആ കസ്തൂർകാഹളം ധ്വനിക്കുന്ന ദിവസം. പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും അതിനോടൊപ്പം വരും. അവർക്ക് 2 പാട്ടാണ്, അതൊക്കെ ഇനിയിപ്പോൾ വിശദീകരിക്കാൻ പോരാ. എന്തു ആകട്ടെ, ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ സ്ഥലമൊരുക്കി വരുന്ന നാഥനെ മുഖം കാണാനും സ്വരം കേൾക്കാനും പുറപ്പെടാനും തയ്യാറായി നിൽക്കുന്ന വലിയ കൂട്ടം ജനം ഇവിടെ ഉണ്ടെന്നേ. നിങ്ങളുടെ കണ്ണിന് പെട്ടിട്ടുണ്ടാവില്ല, ഇവിടെ ഉണ്ട്. നിങ്ങൾക്കിത് വേണ്ടല്ലോ, നിങ്ങൾ തള്ളുന്നവരല്ലേ, നിസ്സാരം കാണുന്നതല്ലേ. വേണമെങ്കിൽ നിങ്ങൾ ഒരുങ്ങില്ലേ? അവർ വരും പറയുന്നതാണ് നമ്മുടെ പ്രമാണം. സ്വോത്രം സ്വോത്രം. ഞാനിപ്പോൾ ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നു എന്നിരിക്കട്ടെ, ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്നു എന്നിരിക്കട്ടെ, അതിൽ ഉയർന്നവരായ, നിയന്ത്രിക്കുന്നവരായ, ചുമതലക്കാരായ പലരുണ്ട്. അവർ പുസ്തകം വിട്ട് പറഞ്ഞാൽ ഔട്ട്, തള്ളിക്കളയും. അവരാരായാലും നമുക്കെന്താ? എനിക്ക് വേണ്ടി മരിച്ചത് അവരാരുമല്ല, എൻ്റെ കുടുംബത്തിലാരുമല്ല, എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവരാരുമല്ല. എനിക്ക് വേണ്ടി മരിച്ചവൻ യേശു. എൻ്റെ നീതീകരണത്തിന് വേണ്ടി, പിതാവിൻ്റെ മുമ്പിലുള്ള നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ യേശു. എനിക്ക് വേണ്ടി വീടൊരുക്കുന്നവൻ യേശു. എനിക്ക് വേണ്ടി മടങ്ങി വരുന്നവൻ യേശു. എനിക്ക് വേണ്ടി തയ്യാറാക്കിയ വചനം യേശു, അവിടുത്തെ വചനം. എനിക്കിത് മതി. വീട്ടുകാരെ എന്നെ കൂട്ടൂലേ? വേണ്ട. എത്രയോ കാലം എനിക്ക് അങ്ങനെ കൂടാതെയൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചുമതലക്കാരും എന്നെ അംഗീകരിക്കില്ല, വേണ്ട. കാരണം എന്താ? ദൈവവും ദൈവവചനവും ഞാനും ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചതുകൊണ്ട്. നിങ്ങളാക്കി ഞാനൊരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞങ്ങളുടെ പറ്റത്തില്ല. നിനക്ക് വേണമെങ്കിൽ പറ്റും. നീ ഒരു തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി ചെയ്യും.
പറഞ്ഞു കേട്ടുന്നില്ല. സാത്താൻ ഇല്ലാത്ത ലോകം, മരണമില്ലാത്ത ലോകം, പാതാളം ഇല്ലാത്ത ലോകം, കലകമില്ലാത്ത ലോകം, പട്ടിണിയില്ലാത്ത ലോകം, നിലവിളിയില്ലാത്ത ലോകം, രോഗമില്ലാത്ത ലോകം, കൊലപാതകമില്ലാത്ത ലോകം, ഡാഷ് ഡാഷ് ഡാഷ്, ഇന്നുള്ളതൊന്നും അന്നില്ലാത്തൊരു ലോകം. അത് വേണോ ഇത് വേണോ? നരകം മതിയോ ദൈവരാജ്യം വേണോ? ഇതിൽ കുറഞ്ഞതൊന്നും കർത്താവിൻ്റെ ഭാഗത്തുനിന്നില്ല. ഒരു കൂട്ടർ വള്ളം കയറി വെള്ളത്തിൽ കൂടെ നീന്തി കർത്താവിൻ്റെ അടുക്കൽ വളരെ ഉണ്മയായി ചെന്ന് കർത്താവിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, എപ്പോഴാണ് അങ്ങ് ഇവിടെ വന്നത്? ഞങ്ങൾ അങ്ങയെ തേടിയാണ് ഇവിടെ എത്തിയത്. ആശ്ലേഷിച്ചൊന്നും പറഞ്ഞില്ല, അഭിനന്ദിച്ചും പറഞ്ഞില്ല, ത്യാഗത്തിനും സഹനത്തിനും ഒന്നും പറഞ്ഞില്ല. മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളേ എൻ്റെ ഇടയ്ക്ക് വന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നാണെന്നറിയാമോ? ഇന്നലെ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയിലിരുന്നപ്പോൾ അപ്പം വാഴ്ത്തു തന്ന് അത് വളരെ വർദ്ധിച്ച് അനുഗ്രഹിച്ച് തിന്ന് നിറഞ്ഞില്ലേ? ആ അപ്പം തിന്നതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. അപ്പത്തിൻ്റെ വിഷയം വിട്ടിട്ട് നിത്യജീവന് വേണ്ടി അന്വേഷിപ്പി. അത് പുത്രനായ യേശു ക്രിസ്തു നിങ്ങൾക്ക് തരും. യേശു ആശ്ലേഷിച്ചത് അപ്പം കണ്ടിട്ടല്ല, അപ്പം കൊടുത്തിട്ടുമല്ല. നമുക്ക് അപ്പം കിട്ടിയാൽ മതിയല്ലോ. സ്തോത്രം. ഈ നൈമിഷികമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി നിന്നിട്ട് യേശുവിനെ അറിയാനും ആരാധിക്കാനും അനുഗമിക്കാനും അനുസരിക്കാനും ഇന്ന് തയ്യാറെടുക്കുക. എന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവിടെ മുതൽ നിങ്ങളുടെ അനുഗ്രഹം ആരംഭിക്കുകയാണ്. അതുവരെയുള്ള അനുഗ്രഹം എല്ലാം വെള്ളത്തിലെ കുമിളകൾ പോലെ, പാവം പിടിച്ച എൻ്റെ ജീവിതത്തിൽ എന്നെ അറിയുന്ന ധാരാളം പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവരാണ് പലരും. ഞാൻ താമസിക്കുന്നത് വന്നിട്ടുണ്ട്. പക്ഷേ ഓർക്കുക, അവരുടെ എല്ലാം മുമ്പിൽ എൻ്റെ കൈകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയാം, ദായി കൈകൾ ശുദ്ധമാണ്, ആവോളം എൻ്റെ നാവും വായു ശുദ്ധമാണ്. തിരുവഴുത്തിനകത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നതല്ല. നിങ്ങൾക്കത് മനസ്സിലാകാതെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് അകൽച്ച തോന്നും, അതൃപ്തി തോന്നും. ഞാനതിന് ഉത്തരവാദിയല്ല. തിരുവഴുത്താണ് അതിന് ഉത്തരവാദി. തിരുവഴുത്ത്. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മരണവും പാതാളവും ഇല്ലാത്ത യുഗം ഏത്? മരണവും പാതാളവും ഇല്ലാത്ത യുഗം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവാം ദൈവമേ, ആ നല്ല യുഗത്തിലേക്ക് ഇണിവരെയും കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടാൻ പ്രസാദിച്ചല്ലോ. അങ്ങ് വന്നു, അങ്ങ് ചെയ്തു, അങ്ങ് പോയി, അങ്ങ് വരും, അങ്ങ് ചേർക്കും. അങ്ങ് ഒരുക്കിയ ഭാവനത്തിൽ ആകാൻ ഭാഗ്യം കിട്ടും. സ്തോത്രം. മതി കർത്താവേ. പട്ടിണി എത്ര കിടന്നാലും, രോഗത്തിലായാലും, നിന്നയിലും അവമാനത്തിലും ദുഷിയിലും പരിഹാസത്തിലും ഒറ്റപ്പെടലിലും ആയാലും അതിനപ്പുറത്ത് കർത്താവിൻ്റെ നാടും കർത്താവ് ഒരുക്കിയ വീടും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. മതി. ഈ കേട്ട ജനത്തെ ഈ വിധത്തിൽ അനുഗ്രഹിക്കണം. വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശു ക്രിസ്തു ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.